എന്തിനാ കുറുക്കന്മാര്? ഇതിനും ഭേദം വല്ല പിലാണ്ടാശുപത്രിയിൽ പോയി കിടക്കണതാ, മനസ്സമാധാനം കിട്ടും. പൂക്കുന്നീതാ മുല്ല പൂക്കുന്നീലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം നിന്നെ ഒരിക്കൽ. ആശാന്റെ കൽപ്പകവാടി അല്ലല്ല പുഷ്പവാടിയിലുള്ളതാ. മാഷിനെ കാട് വെട്ടി തെളിക്കാൻ പഠിപ്പിച്ചത് ആ ആശാനാണോ? എടാ മഹാകവി കുമാരനാശാൻ, കേട്ടിട്ടുണ്ടോ? എവിടാ നിനക്കൊക്കെ ഉച്ചക്കഞ്ഞി കുടിക്കാനും കൂവാനും അല്ലാതെ വേറെ വല്ലതും അറിയോ? പറഞ്ഞ് നാക്കെടുത്തില്ല, അതിനുമ്പ് തുടങ്ങി ആ വെട്ടി തെളിക്കണ പൂക്കാവനം. എന്തോ നാടേത് കണ്ണു കളിച്ചന്തേ എന്തിനാ കൂയത്? അയ്യേ, ആരാടാ ഈ വൃത്തിയോട് കാണിച്ചത്? ഏത് കാക്കയാലും അവനെ കൊണ്ടു കോരിപ്പിക്കണം. എവിടെ? അയ്യോ സാർ, അത് അപ്പോഴേ പറന്നുപോയി. പറന്നുപോയോ? ആ കാക്ക പറന്നുപോയി. സൈലൻസ്. കാക്ക അപ്പിട്ടു എന്നല്ല, കാക്ക കാഷ്ടിച്ചു എന്ന് പറയണം. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? നീ അങ്ങ് തുടച്ചോളഞ്ഞില്ല. ആരാ ഫ്രീ ആയിട്ടുള്ളത്? സരോജന ടീച്ചർ ഉണ്ട്. മാഷുടെ കാര്യം. സരോജന ടീച്ചർ എന്താ മാഷേ? ടീച്ചർ ഫ്രീ അല്ലേ? അതെ. എന്താ? വേറെ ഒന്നും തോന്നരുത്. ഇതുവരെ ടീച്ചറോട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ മാഷേ? എന്താടോ? ചോക്ക് എടുക്കാൻ വന്നതാ. വേറെ ക്ലാസ്സിൽ പോടോ. എന്താ മാഷേ? പെട്ടെന്നൊരു ആവശ്യം വന്നാ നിങ്ങളൊക്കെ അല്ലേ സഹായിക്കേണ്ടത്. ഒരു 3/4 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. മാഷ് എന്താ ഉദ്ദേശിക്കുന്നേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാഷ് എന്താ ഈ പറയുന്നേ? ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ച അതല്ല. മനസ്സിലായി. സംഗതി ഞാൻ എന്റെ അങ്ങേരുമായിട്ട് പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായെങ്കിലും എന്ന് കരുതി മനസ്സാ വാച കർമ്മണ ഞാൻ മാഷക്ക് എന്നെ ഒരു പെങ്ങളായിട്ട് കരുതിക്കൂടെ? നിങ്ങളൊക്കെ അമ്മയാക്കാൻ അല്ല അമ്മമാരെ പോലെയാണ് ഞാൻ കാണുന്നത്. സദാനന്ദ മാഷിന്റെ ക്ലാസ്സിലേക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോവാമെന്ന് ചോദിച്ചതാ, ടീച്ചർ തെറ്റിദ്ധരിച്ചു. അല്ലെങ്കിൽ സദാനന്ദ മാഷിന്റെ കാര്യത്തിൽ എച്ചമിന് ഇച്ചിരി പുന്നാരം കൂടുതലാ. നമ്മളെങ്ങാനും ഒരു 10 മിനിറ്റ് വൈകിയാ കുരിശ് കേറ്റുമല്ലോ. ടീച്ചറെ, സദാനന്ദ മാഷിനെ കുറിച്ച് മാത്രം പരദൂഷണം പറയണ്ട. കരിമ്പൂരാടക്കാരനാ. നാവ് വളച്ചെന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞ അച്ചട്ടാ പറഞ്ഞേക്കാം. ഓട്ടണ താളത്തിന് തുല്ലാൻ ഇങ്ങനെ ഒരു ഹെഡ് മാഷ കിട്ടിയത് സദാനന്ദ. പോലുള്ള മുടി. ഈശ്വര, ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പണിക്കര് പറഞ്ഞ പെൺകുട്ടി? എവിടെ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമസ്തേ. ആരാ നിങ്ങളൊക്കെ? എന്ത്? അല്ല, ഞാനാരാ? ഈ പണിക്കാര്. പണിക്കാരോ? യോ, പണിക്കരെ. ഞാൻ പണിക്കരെ ഒന്ന് കാണാൻ വന്ന. അയ്യപ്പ പണിക്കര്, ജോത്സ്യൻ. ഓ, പണിക്കര് മുകളിലേക്ക് പോയി. ഈശ്വര, പോയോ? കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴും ഒരു അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ, ഇത്ര പെട്ടെന്ന്. എപ്പോഴായിരുന്നു അന്ത്യം? അയ്യോ, പണിക്കര് മോളത്തെ നിലയിലേക്ക് മാറിയെന്നാ ഞാൻ പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണോ? സോറി, ഞാൻ വിചാരിച്ചേ പണിക്കര്. മുകളിലേക്കുള്ള വഴി ഏതാ? ഈ വരാന്തയിലൂടെ പിന്നാക്കം ചെല്ലുമ്പോ ഇടതുവശത്തേക്കുള്ള കോണി. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നോടാണ് കളി.
നീ എന്താ ഭാസ്കര തെയ്യം കളിക്കുക? രാവിലെ തന്നെ ഇഞ്ചപ്പറ്റും കോണവന്മാരായിട്ട് ഇറങ്ങിയിരിക്കുക. നീ വീട്ടിൽ പോ ഭാസ്കര. ആ പാട ഇന്ന് കട പൊളിക്കും. അപ്പോ പണിക്കര് പറഞ്ഞ പോലെ ഒടുക്ക അരകും പിടിയൊത്തൊരു പെണ്ണെ തന്നെ കണ്ടു കിട്ടി അല്ലേ മാഷേ? അലകും പിടിയും മാത്രം പോരല്ലോ, ജാതകം കൂടി ഒക്കണ്ടേ? അതൊക്കെ ഒക്കും അല്ലേ വൈദ്യരെ? പിന്നല്ലാണ്ട് ഒറ്റ നോട്ടത്തിൽ സദാനന്ദ മാഷിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട അത് മാഷ്കുള്ളത് തന്നെയാ. ഭാസ്കര, തനിക്ക് ചായ വേണോടോ? അവനിന് ചായ കുടിക്കണമെങ്കിലേ അടുത്ത തെയ്യം കെട്ടിനുള്ള ദിവസം വരണം അല്ലടാ. അതവിടെ ചാരി വെച്ചേക്കടാ ഗോപാല. ആ ചായ എനിക്ക് പറഞ്ഞേക്ക്, ഒന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ക്ലാസ്മേറ്റ് അല്ലേ. ഗോപാല നീ അറിഞ്ഞോ? അങ്ങനെ സദാനന്ദ മാഷ് കാത്തിരുന്ന പെണ്ണിനെ കണ്ടു കിട്ടി. നേരാ? അങ്ങനെ നിന്റെ മാവും പൂത്തല്ലേ? പൂത്തോന്നറിയില്ല, പക്ഷെ ഒന്നുറപ്പാ, ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചിരുന്ന ആള് ഇത് തന്നെയാ. ഏതായാലും പെണ്ണായല്ല, ഡ്രസ് റെഡിമെയ്ഡ് ആക്കരുതെന്ന് നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. നിനക്കുള്ള ഡ്രസ് ഞാൻ തന്നെ തയ്ക്കും. അല്ല, പെണ്ണിന്റെ പേരെന്താ? സുമംഗല. അപ്പൊ കെട്ടിച്ച പെണ്ണാണ്? കെട്ടിച്ച പെണ്ണോ? ചങ്കി കുത്തറ വർത്താനം പറയലടോ. അല്ല, സുമംഗലാന്ന് വെച്ചാൽ കല്യാണം കഴിച്ചവൾ എന്നാണല്ലോ അർത്ഥം. എടാ, അത് സുമംഗലി. അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? ഈശ്വര, കെട്ടിച്ചതാവരുതേ, ആരുടെങ്കിലും പെങ്ങള് മാത്രമായിരിക്കണേ. ഇനി കെട്ടിച്ച പെണ്ണായിക്കോട്ടെ, വിധവയായ പോരെ, കുഴപ്പമില്ലല്ലോ. ഇവനെന്താ ഇങ്ങനെ? കുഴപ്പയോ? മാഷ് ബേജാറാവാണ്ടിരി. ഈ അണ്ടകടാഹത്തിലുള്ള സകലമാന ജീവികളുടെയും നിക്കാഹും ചട്ടായും പടച്ചോന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചെല്ലാം നടക്കും. ഓരോരുത്തരുടെയും നിക്കാഹ് പടച്ചോൻ കൈവെള്ളയെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ രേഖ കണ്ട? വേണ്ട, രേഖയുടെ കാര്യം പറഞ്ഞ നമ്മമ്മി തെറ്റും. ഇക്കാര്യത്തിൽ ഞാൻ നിരീശ്വരവാദിയാ. കണ്ട, മംഗല്യരേഖ 3 എണ്ണം കെടുക്കുക, എന്നിട്ട് എന്തേ ഒന്നുപോലും നടക്കാതിരുന്നത്? പോടാ, എത്ര എണ്ണത്തിന് ഫ്രീ ആയി ചുരിദാർ തയ്ച്ചു കൊടുത്തതാ. തുണിയുടെ കാശും പണിക്കൂലും പോയെന്നല്ലാതെ ഒരെണ്ണം വീണ. കൈരേഖയെ കുറ്റം പറയണ്ട ഗോപാല, അത് ശാസ്ത്രാണ്. നീ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രോ അതോ പക്ഷിശാസ്ത്രോ? ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രം. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണല്ലോ. ആണല്ലോ. അപ്പൊ അവര് എവിടെന്നെങ്കിലും ഒരു എല്ലുമുട്ടി കുഴിച്ചെടുത്ത് അത് ഇന്ന ആളുടേതാണ്, അയാൾ ഇത്ര കാലം ജീവിച്ചിരുന്നു, ഇന്നെ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. അതിന് ഫാസിൽ ശാസ്ത്രശാഖ എന്ന് പറയപ്പെടും. ഫാസിലല്ല, ഫോസിൽ. അപ്പൊ പിന്നെ ജീവിച്ചിരിക്കണം നിന്റെ കൈരേഖ നോക്കി നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ നീ വിശ്വസിക്കാത്തത്? വിശ്വം ജീവ വെളിവില്ലെങ്കിലും അവൻ പറയുന്നത് കാര്യമുണ്ട്. വിശ്വാസം എന്ന് പറയുന്ന ഒരു വിളക്കാണ് ഗോപാല, അതില്ലാത്തവൻ വെറും വിളക്ക. പിന്നെ അറിവ് മാഷിന്റെ മോടെ നിക്കാഹിന് നമ്മുടെ ജമീലാന്റെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നടിച്ചു പൊടിക്കണം കേട്ടോ. പിന്നെ തരിവള കയ്യാലെന്നെ ആ തരിവള പോയി. ഞാൻ പോട്ടെ, ആ ലക്ഷ്മിക്കുട്ടിക്ക് 2 ചുരിദാർ ചുരുക്കാനുണ്ട്. ദീപം ദീപം. എന്നിട്ട് ഹെഡ് മാസ്റ്റർ എന്ത് പറഞ്ഞു? ഇങ്ങനെ പോയാൽ അങ്ങർക്ക് മുകളിലേക്ക് അറിയിക്കേണ്ടി വരുമെന്ന്. ബാക്കിയുള്ളവൻ ഏതൊക്കെ കടലാസിന്റെ പുറകെ എവിടെയൊക്കെ നടന്നിട്ട് കിട്ടിയ ജോലിയാണെന്ന് അറിയോ? ഇളയ സന്തതിയാ, ജാതകദോഷക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി അവനെ വഷളാക്കിയെന്ന് ഞാൻ പറയൂ. നോക്കണ്ട, അവനെ ഒന്ന് ഗുണദോഷിക്കണമെന്ന് അവള് എത്ര നാളായിട്ട് പറയുന്നു. ഗുണദോഷം കൂടിപ്പോയതിന്റെ കുഴപ്പത്. നല്ല ചുട്ട് പെടപടിക്കാൻ വേണ്ടത്. ആ രമണി, ദേ മധുക്കുട്ടിനുണ്ട് അപ്പുറത്തിരുന്ന് ഉറക്കം തോന്നുന്നു. നീ ഒന്ന് ചോറ് കൊടുത്തവന്. സന്ധ്യ ആവണേ ഉള്ളൂ, അപ്പോഴേക്കും ഒരു ഉറക്കം. ഹോംവർക്ക് ചെയ്യാതിരിക്കാനുള്ള സൂത്രം വെച്ചക്കന്റെ. കുഞ്ഞമ്മാ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഏട്ടനും അമ്മാവനോട് എന്താണോ പ്രശ്നം? നീ ചോദിക്കാനും പറയാനൊന്നും പോകണ്ട, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഇന്ന് രണ്ടാലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതെന്താ എല്ലാവരും കബഡി നിരത്തി പോലെ ഇരിക്കണേ? എന്താ പ്രശ്നം? പ്രശ്നം നീ തന്നെ. ഞാനോ? അതേടാ, നീ ഇവിടെ രാവിലെ. അതെ, സ്കൂളിൽ പോവാന്ന് പറഞ്ഞ് കാലത്ത് പോയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നു? ഓഹോ, അതാണോ? അമ്മാവാ, പഠിപ്പിക്കുന്ന ആളുടെ സമയം ശരിയായാലേ പഠിക്കുന്ന കുട്ടികളുടെ സമയം ശരിയാവൂ. ഗുരു സമയേവ ശിഷ്യസാബി സമയഹ എന്നല്ലേ അമ്മാവാ? കാലത്തെ കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ എന്താ കുഴപ്പമുണ്ടെന്ന്? അത് ശരിയായി. മധ്യാഹ്നം വരെ മാനഹാനി, ബന്ധുക്കൾ തമ്മിലുള്ള ശത്രുത. ഇതൊക്കെ അനുഭവിച്ചത് നീയല്ലല്ലോ, ബാക്കിയുള്ളവനല്ലേ? അനുഭവിക്കും. അതിന്റെ ദോഷം മാറ്റാൻ പരിഹാരം കാണാൻ പണിക്കർ അന്വേഷിച്ചു പോയതാ ഞാൻ. എന്നിട്ട് പണിക്കർ എന്ത് പറഞ്ഞു? ലഗ്നത്തിൽ ചന്ദ്രൻ നീചഭംഗമില്ലാതെ നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ ഭാഗ്യാധിപനാണല്ലോ, എനിക്കറിയില്ല. പക്ഷെ ലഗ്നാധിപൻ അഷ്ടമത്തിൽ നാശാധിപനായ ബുധനുമായി ചേർന്ന് നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. കർമാധിപൻ രവി ശത്രുക്ഷേത്രത്തില.
ഭാഗ്യത്തിന് വ്യാഴം ഉച്ചനായി നിന്ന് ലഗ്നത്തെ വീക്ഷിക്കുന്നുണ്ട്. 4-ാം ഭാവാധിപതി 12-ൽ ഉച്ചൻ. ലഗ്നാധിപൻ കുജന്റെ 8-ലെ സ്ഥിതി എന്തെന്ന് അറിയോ അമ്മാവന്? നിക്ക അമ്മാവനോട് ഇരിക്കുക. ദശാനാഥനായ ശുക്രന്റെ 6-ലെ സ്ഥിതി എന്താന്ന് അറിയൂ? അറിയാത്ത വെള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. എന്തായാലും പ്രതിവിധികളൊക്കെ കുറിച്ച് തന്നിട്ടുണ്ട്, അതൊക്കെ അങ്ങോട്ട് ചെയ്യണം. ഇതൊക്കെയാണെങ്കിലും സന്തോഷിക്കാൻ ഒരു വകോടി ഉണ്ടായിട്ടുണ്ട്. എന്താ? അതൊക്കെ പറയാം. ആദ്യം ഒന്ന് കുളിക്കട്ടെ, സന്ധ്യാപൂജക്കുള്ള സമയായി. അച്ചു പൂജാമുറി റെഡിയാക്കി. ഇപ്പൊ റെഡിയാക്കാം. ചോദിക്കേണ്ടതൊക്കെ വേണ്ടതുപോലെ ചോദിച്ച് പറയേണ്ട കാര്യമൊക്കെ പറഞ്ഞ് രണ്ടിലൊന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം എന്ന് ചോദിച്ചാ അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മായിക്ക് മനസ്സിലായോ? അല്ലെങ്കിലും സായിപ്പിനെ കാണുമ്പോ കാവാത്ത മാർക്കെന്ന് പറഞ്ഞ പോലെയാ. അവനെ കാണുമ്പോ അമ്മാവന്റെ നാവിറങ്ങിപ്പോ. എടീ, അതുകൊണ്ടല്ല, ഒന്നിനും എടുത്തുചാട്ടം നല്ലതല്ല. അവനാകെ ഗ്രഹത്തിൽ നിന്നെത്തിയാ വന്ന് കയറിയത്. അപ്പൊ നമ്മളും കൂടെ ചാടി കയറിയാൽ എങ്ങനെയാ? അല്ല, ഇതിനിടയ്ക്ക് അവൻ എന്തോ സന്തോഷിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു മാസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പ്രതിവിധിക്ക് പൂജ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടാവുക പണിക്കര്. അമ്മാവാ, ഇവനെ ഇങ്ങനെ തന്നെ വിട്ടാലേ അമ്മാവന് ഇനി ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഭഗവാനെ, അധികം വിട്ട് അനുഭവിപ്പിക്കാതെ എന്നെ അങ്ങോട്ട് എടുത്തോളേ. ഒരു 101 തേങ്ങ ഞാൻ ഉടച്ചോളാം. നിങ്ങളെ എങ്ങോട്ട് കെട്ടിയെടുത്താ പിന്നെ തേങ്ങ ആര് പൊട്ടിക്കും? എന്നാ ഇവിടെ അങ്ങോട്ട് എടുത്തോളേ, തേങ്ങ ഞാൻ ഉടച്ചേക്കാം. കൃഷ്ണ രക്ഷിക്കണേ, എന്റെ വിഘ്നേശ്വര, സന്തോഷവും മാറണേ. ഒരു സർവൈശ്വര്യ സ്കൂളിന് കൊടുക്കണേ. സൂക്ഷിച്ച് തലവെക്കരുത്. എല്ലാവരും സൂക്ഷിച്ച് ചവിട്ടരുത്, വഴിപാടാണത്. സദാനന്ദ മാഷല്ലേ? അതെ. പുള്ളിക്ക് എന്താ പറ്റിയത്? കിട്ടിയവര് കിട്ടാത്തവർക്ക് കൊടുക്ക. സരസ്വതിയുടെ പ്രസാദാണത്. മാഷ് എന്തായി കാണിക്കുന്നത്? ഒരു ചെറിയ പൂജ അഷ്ടദിക്പാലർക്ക് വേണ്ടിട്ടാ. അതിനെന്തിനാണോ മണിയടിച്ച്? ദൈവ സാന്നിധ്യത്തിന് മണിനാഥം. ഒരു സ്കൂളിന്റെ മണിയടിച്ചാണോ പൂജ കളിക്കുന്നത്? വേണ്ട വേണ്ട, അവര് പെറുക്കട്ടെ. പിന്നീട് അവർ ഭാവിയിൽ വലിയ പെറുക്കികളാവും. നീ ഒരു കൊണ്ടുപോടാ. ചമ്മന്തി അരക്കാനാരും വീട്ടിൽ കൊണ്ടുപോകരുതേ. എടുത്ത് സ്റ്റാഫ് എടുത്തോ. മാഷ് എന്താ കുഴപ്പം? പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. മാത്രല്ല, എനിക്ക് വട്ടാണെന്ന് തോന്നുകയും ചെയ്യും. സ്കൂളിന്റെ ജാതക ദോഷം. സ്കൂളിനുണ്ടോ ജാതകവും നാളും നക്ഷത്രവും? സ്കൂളിന് മാത്രല്ല രാജമാഷെ, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സർവ്വചരാചരങ്ങൾക്കും ജന്മനക്ഷത്രവും ജാതകവും ഉണ്ട്. ഓ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. യേശുക്രിസ്തു ജനിച്ചത് കിഴക്കുതിച്ച നക്ഷത്രം നോക്കിയാണ് അറിഞ്ഞതെന്ന് ബൈബിളിൽ പറഞ്ഞത് മാഷ് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ ഇതും വിശ്വസിക്കണം. ഇപ്പോ ഈ സ്കൂളിന്റെ കാര്യം തന്നെ എടുക്കാം. ലാഭകരമല്ലാത്തോണ്ട് സ്കൂള് പൂട്ടാൻ പോണെന്നല്ലേ സർക്കാർ പറയണത്. എന്നാൽ അതല്ല, ഈ സ്കൂളിന്റെ ദർശനം തെക്കോട്ടാ. വാസ്തുശാസ്ത്ര പ്രകാരം സരസ്വതി ക്ഷേത്രത്തിന്റെ ദർശനം തെക്കോട്ട് പാടില്ലെന്നാ. എവിടെ ഈശ്വരാ പല്ലി? ചിലക്കിന് കേട്ടില്ലേ സത്യം? ചിരിച്ചോളൂ, ഇതാണ് നമ്മുടെ ദോഷം. ഭൂമി ഉരുണ്ടതാണെന്ന് സർ ഫെർഡിനൻഡ് മഗലൻ പറഞ്ഞപ്പോഴും അന്ന് ഞാൻ ആളുകളുടെ മൊത്തം ഇതേ ചിരിയാ കണ്ടത്. മാഷേ, ഇതാ പ്രസാദം, എല്ലാവർക്കും കൊടുക്ക. ദോഷം അങ്ങോട്ട് മാറട്ടെ, സ്കൂൾ ഇനി പൂട്ടണ്ട. പിന്നെ സ്കൂളിന്റെ ദോഷത്തിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. 7 ദിവസം കൂടി ഇതുപോലെ മണിയടിയും തേങ്ങോടക്കലൊക്കെ ഉണ്ടാവും. തേങ്ങോടച്ചോ മൂത്ത് നോക്കി ഉടക്കണം. ആയിക്കോട്ടെ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മാഷും കൂടി ചെയ്യേണ്ടി വരും. ഹെഡ് മാഷല്ലേ, ഒരു ശയന പ്രദർശനം ആയിക്കോട്ടെ. സ്കൂളിന് ചുറ്റുവാ? കർത്താവ് 2.5 ഏക്കറാണ്. എല്ലാം റെഡിയല്ലേ ചെയ്താലേ? സാധാരണ മാഷോട് ഇങ്ങോട്ട് വന്നാ നമ്മുടെ സെറ്റ് റെഡി. അതെ, അബ്ദുള്ള മാഷേ, ഗംഭീര പരിപാടിയാണല്ലോ. മൈലാഞ്ചിക്ക് ഇത്രയും വലിയ അറേഞ്ച്മെന്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ മുൻ സുലൈമാന്റെ ഏർപ്പാടാ. ഞാൻ വെറുതെ ഒരു ബാപ്പയെ നിന്ന് കൊടുത്താൽ മതി. ചാക്കോ മാഷ് നേരത്തെ എത്തിയോ? എനിക്ക് മാഷ പോലെ രാഹുവും കേതുവും കുളിയനൊന്നും നോക്കണ്ടല്ലോ ഇവിടെ വരാൻ. അല്ല, സുലൈമാൻ എവിടെ മാഷേ? അവൻ ബൈക്കും കൊണ്ട് സിറ്റിയിൽ പോയിരിക്കാണ് ഏതാണ്ടൊക്കെ മേടിക്കാൻ. ഓനാണല്ലോ ഇതൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അത് വേണ്ടായിരുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞുവിടായിരുന്നില്ലേ? രാത്രിയില് വാഹനയാത്ര. മാഷിങ്ങോട്ട് വന്നേ, നമുക്ക് നമ്മുടെ സെറ്റപ്പ് റെഡിയാക്കാം. വെറുതെ ആളെ പേടിപ്പിക്കാൻ. ഏയ്, വീട്ടിലൊരു വിശേഷം ഉണ്ടാവുമ്പോ പ്രധാനപ്പെട്ട ആരും അസമയത്ത് പുറത്തു പോരുന്നൊരു പ്രമാണമുണ്ട്. സാധാരണ മാഷ അത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് വിട്ടേക്ക്. അൽഹംദുലില്ലാ.